ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇപ്പോൾ എക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ കുട്ടിയെ കിട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരുവീൻ. ആരെങ്കിലും ചോദിച്ചാൽ അതിനെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. സ്തോത്രം. സ്വർഗീയ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വീണ്ടും വചനമായി ജനസനായിരിക്കാൻ ഞങ്ങൾ സഹായിച്ചതിനായി സ്തോത്രം. പതിനെട്ട് കൂടി നിങ്ങൾ സംസാരിക്കണം. യേശുനാമത്തിനെ ആമേൻ. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഓശാന ഞായറാഴ്ചയാണ്. നമുക്ക് കാണാം, ഓശാന ഞായറാഴ്ചയിൽ സംഭവിക്കുന്ന കാര്യമാണ് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. യേശു പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ പട്ടണത്തിലേക്ക് കടന്നു പോവീൻ. അവിടെ ഹല്ലേലൂയ കെട്ടപ്പെട്ടതായ ഒരു കഴുതക്കുട്ടിയെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആ കഴുതക്കുട്ടിയുടെ മെയിൻ ഹല്ലേലൂയ അതിനെക്കുറിച്ചുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ യേശുവിനെ അവനെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. സ്തോത്രം. അത് കെട്ടപ്പെട്ട് കിടക്കുകയാണ്. സ്തോത്രം. ആരെങ്കിലും അതിന് ഉടമസ്ഥൻ ചോദിച്ചാൽ ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവീൻ. സ്തോത്രം. അങ്ങനെ പറഞ്ഞപ്പോൾ അവനെ ഹല്ലേലൂയ യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ കെട്ടപ്പെട്ടതായ ഒരു കഴുതക്കുട്ടീനെ കാണുക. ആരും ഇതുവരെയും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി. സ്തോത്രം. ആരും ഇതുവരെ കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി എന്നാണ് കാണുന്നത്. സ്തോത്രം. മറ്റാരും കയറിയിട്ടില്ല. ആദ്യമായിട്ട് കർത്താവിന് വേണ്ടി മാത്രം ഹല്ലേലൂയ പ്രയോജനപ്പെടുന്നതായ ഒരു കഴുതക്കുട്ടിയാണ്. സ്തോത്രം. ആ കഴുതക്കുട്ടീനെ അഴിക്കാൻ ചെന്നപ്പോൾ ഉടമസ്ഥന്മാർ ചോദിക്കുന്നു, ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഉടനെ ശിഷ്യന്മാർ പറയുന്നു, യേശു പറഞ്ഞ പോലെ ഇതിനെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ വിട്ട് അയക്കുന്നതായിട്ട് കാണുന്നു. സ്തോത്രം. തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിനെ അതിന്മേൽ കയറിയിരിക്കുന്നതായിട്ട്. നാം ഓരോരുത്തരും കെട്ടപ്പെട്ടവരായിരുന്നു. പ്രിയ മക്കളെ, സമുദായ കെട്ടുകളിൽ, വിവിധ സാധാന്യ കെട്ടുകളിൽ നാം ആയിരുന്നു. സ്തോത്രം. എന്നാൽ ദൈവം നമ്മുടെ കാലിൽ പുയർത്തു കയറിയത് കൊണ്ട് ആ കഴുത്ത് എപ്രകാരം മാന്യമുള്ള മൃഗമായി തീർന്നു, അപ്രകാരം നാം മാന്യമുള്ളവരായി തീരുവാനിടയായി തീർന്നു. സ്വത്രം. സാധാരണ ശക്തികളാൽ വിവിധ ബന്ധനങ്ങളാൽ നാം ഹല്ലേലൂയ കെട്ടപ്പെട്ടവരായിരുന്നു. അതിന് മധ്യത്തിൽ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ, നമ്മളെ മാന്യരാക്കി തീർത്തുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. സ്തോത്രം. നമ്മളെ ആ കെട്ടഴിച്ച് നമ്മൾ അത് മാന്യമായി തീർത്തുവെങ്കിൽ നമ്മിൽ കൂടി ദൈവത്തിൻ്റെ ഒരു പ്രയോജനമുണ്ട്. നമ്മളിൽ കൂടി ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്തെടുക്കുവാനുണ്ട്. ആകിയാൽ ആ കഴുതക്കുട്ടിയെ അനുസരണതയോട് നിന്നതുപോലെ നാം അനുസരണതയോട് ദൈവസന്നിധി താഴ്മ ധരിച്ച് നിന്നാൽ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ഇടയായി തീരും. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ആകെ ദൈവത്തിന് പ്രയോജനമുണ്ടായി തീരുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവർ ചോദിച്ചപ്പോൾ തന്നെ യേശുവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനെ വിട്ടുകൊടുക്കാനിടയായിത്തീരുന്നു. സ്തോത്രം. സാത്താൻ്റെ അടിമത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചത് ദൈവത്തിന് നാം പ്രയോജനപ്പെടുവാൻ വേണ്ടിയാണ്. ആകിയാൽ ഹല്ലേലൂയ നാം ഹല്ലേലൂയ ചുറ്റുപാടിൽ നിന്ന് അനേകരെ ഹല്ലേലൂയ പ്രകാരം കെട്ടഴിച്ചുകൊണ്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അനേകർക്ക് അവരെ ആവശ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് പ്രയോജനമാക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ആകിയാൽ നമ്മളെ കെട്ടായി അഴിഞ്ഞ് നാം സ്വതന്ത്രരാകാൻ മാത്രമല്ല, ഇതേപോലെ കെട്ടപ്പെട്ട അനേകരെ ദൈവരാജ്യത്തിലേക്ക് നേടുവാൻ, ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നമ്മളെ കൊണ്ട് കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ കെട്ടഴിപ്പിച്ച് നാം കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീർന്നതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ചില വ്യക്തിജീവിതങ്ങളെ നമുക്ക് സ്വതന്ത്രമാക്കുവാൻ കഴിയണം. പ്രിയ ദൈവമക്കളെ, അതിനായി ദൈവം നമ്മളെ ഈ നാളുകൾ ഉപയോഗിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ഹിതപ്രകാരം ഹല്ലേലൂയ മറ്റുള്ളവരെ ദൈവരാജ്യത്തിലേക്ക് നേടുവാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അനേക റെക്കറ്റുകളെ അഴിപ്പാൻ ദൈവം നമ്മളെ പ്രയോജനമുള്ളതായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ ദൈവം നമ്മളെ പരസ്പരം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.